അമ്മ തന്നെയാണ് അതിൻ്റെ ആൾ. അമ്മ നന്നായിട്ട് ഭക്ഷണം വയ്ക്കും. അമ്മ, ചേച്ചിമാർ, എൻ്റെ വൈഫ്, ഭാര്യ, ഫാമിലി നന്നായിട്ട് ഭക്ഷണം വയ്ക്കുന്ന ആളുകളാണ്. ഞാൻ പണ്ട് സിനിമാ സെറ്റുകളിലും സീരിയലിലൊക്കെ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പൊതിച്ചോറ്, ഉണക്കമീൻ കറി ഇതൊക്കെ ഞാൻ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഇത് വളരെ കൊതിയോടുകൂടി കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വന്ന സമയത്താണ് ഇതും കൂടെ ചെയ്തപ്പോൾ നമുക്കൊരു വരുമാന മാർഗ്ഗം ഇങ്ങനെ ആയാലോ എന്ന് പറഞ്ഞിട്ടാണ് അമ്മ വീടെന്ന് പറയുന്ന കൺസെപ്റ്റിൽ തന്നെ. അത് തുടക്കം അമ്മയായിരുന്നു അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഭാഗ്യം ഇല്ലാതെ ആദ്യം തുടങ്ങി 3 മാസമായപ്പോൾ ഫസ്റ്റ് കോവിഡായി. വീണ്ടും റീഓപ്പൺ ചെയ്ത് വീണ്ടും കോവിഡായി 2. പിന്നെ ഒരു റോഡ് പണിയുമായി ബന്ധപ്പെട്ട് 3. പിന്നെ 4 ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം തൈക്കാട് അമ്മ വീട് നമ്മുടെ PWD റെസ്റ്റ് ഹൗസിനോട് ചേർന്നിരിക്കുന്ന ആ സ്ഥലത്തേക്ക് മാറി. അപ്പോഴും നമ്മുടെ റോഡ് പണി കാരണം 11 മാസം അടച്ചിട്ടിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ റീഓപ്പൺ ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് കടുത്ത ഇടയ്ക്ക് സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. കാര്യം ഈ നടന്നു പോകുന്നൊരു സാധനത്തിന് ഇങ്ങനൊരു പ്രതിസന്ധി വന്നാൽ ഭീകരമാണ്. ഇത് നമുക്ക് ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു ചെറിയ ഇതുണ്ട്. പിന്നെ ഇപ്പോഴത്തെ അതിൻ്റെ ഹൗസ് ഓണർ ഡോക്ടർ രമണി, അതുപോലെ തന്നെ സാറ് കൃഷ്ണൻ സാറ്, അവർ രണ്ടുപേരും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഒരുപാടെന്ന് പറഞ്ഞാൽ വളരെയധികം സപ്പോർട്ട് ചെയ്തു. ഈ അടഞ്ഞു കിടന്ന സമയത്തൊന്നും എൻ്റെ വാടകയൊന്നും അങ്ങനെ വാങ്ങിച്ചില്ല. അവരുടെ കുടുംബ വീടാണത്. അവർക്കൊരു വലിയ പാഷനാണ്, എന്നോട് വലിയ സ്നേഹവും. എൻ്റെ ഒരു ഈ കഠിനാധ്വാനവും കണ്ടിട്ട് ശരിയാവും, പ്രശ്നമില്ല, നടത്തിക്കൊണ്ട് പൊയ്ക്കോ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഭയങ്കര മോറൽ സപ്പോർട്ട്. പിന്നെ അമ്മയാണ് അതിൻ്റെ ബേസ് സംഭവം എന്ന് പറയുന്ന. അമ്മയും എൻ്റെ ചേച്ചിമാരും പിന്നെ അനിയന്മാരുണ്ട്. അമ്മയ്ക്ക് 9 അനിയത്തിമാരാണ്. അമ്മയാണ് ഏറ്റവും മൂത്തത്. ഈ 9 അനിയത്തിമാരിലും ഒരുപാട് ആൺമക്കളുണ്ട്. അപ്പോൾ നമ്മുടെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ സുഹൃത്തുക്കളും ഈ പറഞ്ഞ ആളുകളുമാണ് നമ്മളിങ്ങനെ പിടിച്ചു നിർത്തുന്നത്. പിന്നെ ഇത് നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് ഭയങ്കര ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യം കൂടെ ആണ്. പക്ഷേ നമ്മുടേതായിട്ടുള്ള സ്റ്റൈൽ ഫുഡ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ പഠിപ്പിച്ച്, ഇപ്പോൾ ഒരാളെ പഠിപ്പിച്ച് റെഡിയാക്കി ഒക്കെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ വേറൊരു സ്ഥലത്തോട്ട് പോകും. എങ്കിലും നമ്മൾ പുതിയ ആളിനെ നിർത്തി പഠിപ്പിച്ച് തന്നെ എടുക്കും. പല മേഖലകളിലും ഞാൻ ഇതുപോലെ പല ക്ലാസ് എടുക്കാനും അതുപോലുള്ള സ്ഥലങ്ങളിലും ഔദ്യോഗികമായ സ്ഥലങ്ങളിലും ഒക്കെ പോയി വർത്തമാനം പറയുന്നതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആ കുട്ടി ആദ്യമേ ഒരു സാധനം കഴിച്ച് വരുമ്പോൾ അതാണ് ടേസ്റ്റ് എന്ന് ആ കുട്ടിയുടെ മനസ്സിൽ വച്ചാൽ ആ കുട്ടിക്ക് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റുള്ളൊരു സാധനം നമ്മൾ രണ്ടാമത് കൊടുത്താൽ ആ കുട്ടിക്ക് അത് ഇഷ്ടപ്പെടില്ല. കാര്യം അവൻ ശീലിച്ചത് വേറൊരു ടേസ്റ്റാണ്. ഇപ്പോൾ സാമ്പാർ എന്ന് പറയുന്നൊരു സാധനം കേരളത്തിൻ്റെ ഏറ്റവും വേറൊരു പ്രത്യേകത പറഞ്ഞുതരാം. അയ്യോ, അത് പറഞ്ഞാലേ ഇത് പറഞ്ഞിട്ട് മനസ്സിലാവും. കാരണം ഇത്രയും ഭക്ഷണ വൈവിധ്യമുള്ള മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിലില്ല, ലോകത്തിലില്ല. തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ 6 താലൂക്കുണ്ട്. 6 താലൂക്കിലെ സാമ്പാർ 6 ടേസ്റ്റും 6 തരത്തിലുമാണ്. ഇത്രയും ഭക്ഷണ വൈവിധ്യമുള്ള മറ്റു ഒരു സംസ്ഥാനമില്ല. ഇനി കുറച്ചുകൂടെ നമുക്ക് തിരുവനന്തപുരം മാത്രം എടുക്കാം. തിരുവനന്തപുരം നെടുവങ്ങാട് ചില സ്ഥലങ്ങളിൽ പ്രദേശങ്ങളിൽ വയ്ക്കുന്ന സാമ്പാറിൻ്റെ രുചിയും ടേസ്റ്റും അല്ല കാട്ടാക്കട കിട്ടുന്നത്. അത്ര ഇതാണ്. നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിലേക്ക് പോയി നോക്കൂ. അവിടെ ഇനി എത്ര ജില്ലയുണ്ടെങ്കിലും അവിടെ മിക്കവാറും ഏതാണ്ട് ഒരുപോലെയായിരിക്കും. അപ്പോൾ ഇത്രയും വൈവിധ്യമുള്ള രുചിയുള്ള കേരള സംസ്ഥാനം അല്ലാതെ വേറെ എന്തെങ്കിലും ഒന്നുമില്ല. നമ്മുടെ ഈ ട്രഡീഷണൽ ബിരിയാണി എന്ന് പറയുന്നൊരു സാധനം നിങ്ങൾ ഇവിടെ നിന്ന് തിരുവനന്തപുരം മുതൽ അങ്ങോട്ട് നോക്കി നോക്കും. തലശ്ശേരി അത് വേറെ, ഇത് കോഴിക്കോട് അത് വേറെ, വയനാട് അത് വേറെ, പിന്നെ എറണാകുളത്ത് അത് വേറെ, പിന്നെ കണ്ണൂർ അത് വേറെ, കാസർഗോഡ് അത് വേറെ, തിരുവനന്തപുരത്ത് വേറൊരു സ്റ്റൈല്. അങ്ങനെ നമുക്ക് യൂണിഫോമിറ്റി ആയിട്ടുള്ള ഭക്ഷണം മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭക്ഷണത്തിൻ്റെ യൂണിഫോമിറ്റി ഇവിടെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഭയങ്കര വെറൈറ്റി വ്യത്യസ്തവുമാണ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, എപ്പോഴും പറയേണ്ടത്, എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ട ഒരു നിലപാട് നമുക്ക് വേണം. നമ്മൾ ഒരു ഭക്ഷണ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം. കാരണം ഒന്നും അറിഞ്ഞുകൂടാത്തൊരു കുട്ടിക്ക് ഒരു ജങ്ക് ഫുഡ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഒരു പക്ഷേ രക്ഷകർത്താവിന് അപ്പോഴത്തുള്ള ബഹളത്തിൻ്റെ ഇടയിൽ, ഞാൻ ഈ ബ്രാൻഡുകളൊന്നും പറയുന്നില്ല, ബ്രാൻഡുകൾ പറഞ്ഞാലേ ചിലപ്പം മനസ്സിലാവുള്ളൂ. പക്ഷേ ബ്രാൻഡൊന്നും പറയാതെ തന്നെ ഇപ്പോൾ വിപണിയിൽ കിട്ടുന്ന പല ജങ്ക് ഫുഡുകളും കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് രക്ഷകർത്താക്കൾ വാങ്ങി കൊടുക്കുന്ന ഒരു സാധനമാണ്. ആ സാധനം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആ രക്ഷകർത്താവിന് അറിയാമായിരിക്കാം ഈ സാധനം കൊള്ളൂലെന്ന്. പലപ്പോഴും ഈ ജങ്ക് ഫുഡ് ഈ രക്ഷകർത്താവ് കഴിക്കാറുമില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ കഴിക്കില്ല. അവരൊരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ട്
അവർക്ക് കൃത്യമായ രീതിയിൽ ആരോഗ്യകരമായെന്ന് തോന്നുന്ന സാധനം മാത്രം അവർ വാങ്ങുകയും ഈ കുട്ടി അതിനുവേണ്ടി വാശി പിടിക്കുമ്പോൾ അവിടെ കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയോട് പറയുന്നുമില്ല, മക്കളെ ഇത് എന്നും ഇത് ശീലമാക്കരുത്, ഇതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ പറയാനും നമ്മൾ തയ്യാറല്ല. അതുകൊണ്ട് എന്ത് കഴിക്കണം, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഭക്ഷണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിനകത്തേക്ക് പോകുന്നൊരു സാധനമാണ്, പുറത്ത് വാരി തേക്കുന്നത് അല്ല. നമ്മുടെ അകത്തേക്ക് പോകുന്ന സാധനത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. അത് കണ്ടുപിടിക്കുന്ന വൈദ്യശാസ്ത്രമാണ്. ചിലപ്പോൾ അത് അന്ന് തന്നെ ആവണമെന്നില്ല, പിറ്റേന്ന് ആവണമെന്നില്ല, കൊല്ലങ്ങൾക്ക് ശേഷമായിരിക്കും നമുക്കതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് അകത്തേക്ക് വിടുന്നത് കഴിക്കുന്നത് വളരെ സൂക്ഷിച്ച് തന്നെ ആയിരിക്കണം. അതുകൊണ്ട് എനിക്ക് മുതിർന്ന ആളുകളോടാണ് പറയാനുള്ളത്, നമ്മളൊരു ഭക്ഷണ സംസ്കാരം ഉണ്ടാക്കിയെടുക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം നല്ലതാണ്. എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതാണ്, അവിടെയൊക്കെ നമ്മൾ അവരുടെ ഭക്ഷണം നമ്മൾ കഴിക്കാറുണ്ട്. പക്ഷേ അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് അവിടുത്തെ ഗവൺമെൻറ് അത് വളരെ ഹെൽത്തി ആയിട്ട് നോക്കുന്നത്. ഇപ്പോൾ ദുബായിലോ UAE ഈ പറഞ്ഞ പോലെ GCC വേൾഡിലൊക്കെ ഏറ്റവും അധികം റൈഡുകളും അതുപോലെ ഏറ്റവും അധികം കർശനമായ നിയമം നിലനിൽക്കുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു സാധനം കിടക്കണമെന്നുണ്ടെങ്കിൽ വേറെ there is no compromise. ഉടനെ അപ്പം തന്നെ അവൻ്റെ ലൈസൻസ് കട്ട്, പെനാൽറ്റി. ഇവിടെ ഞാൻ ഈ അടുത്ത കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ്, നമുക്കിപ്പോൾ നമ്മൾ മീൻ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. ഈ മീൻ ചന്തയിൽ നിന്ന് വരുന്ന മീൻ നമ്മളൊരു വ്യാപാര സ്ഥാപനത്തിലേക്ക് വാങ്ങുമ്പോൾ അത് കൊള്ളാമോ ഇല്ലയോ എന്ന് വാങ്ങുന്നവൻ്റെ കണ്ണിലുള്ള അവൻ്റെ എക്സ്പീരിയൻസ് വെച്ച് മാത്രമാണ് വാങ്ങുന്നത്. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് സർക്കാരോ അല്ലെങ്കിൽ വേറൊരു സ്ഥാപനങ്ങളോ നമുക്കൊരു എക്യുപ്മെൻറ്റോ വേറൊരു സാധനം ഒന്നും തന്നിട്ടില്ല. അപ്പോൾ വാണിജ്യപരമായി നമ്മൾ എന്ത് ചെയ്യും? അതിന് 2-3 ഘട്ടങ്ങളാണ്. ഒന്ന്, കണ്ട് വാങ്ങുമ്പോൾ അവിടെയാണ് ഒരു എക്സാമിനേഷൻ വരുന്നത്, കൊള്ളാം അല്ലെങ്കിൽ കൊള്ളൂല. ഇനി ഈ സാധനം എടുത്ത് നേരെ ക്ലീൻ ചെയ്യുന്നവൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ അവന് മനസ്സിലാവും കൊള്ളാമോ കൊള്ളൂല. അവിടെ നിന്ന് നമുക്ക് തട്ടിക്കളയാം. അത് കഴിഞ്ഞതിന് ശേഷം ഇതിന് മസാലയിട്ട് ഈ സാധനം ചെയ്യുന്ന കുക്കിന് ഈ 3 ഘട്ടം കഴിഞ്ഞാൽ നമ്മുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് മാത്രമാണ് നമ്മളിതിനെ കൊള്ളാമോ ഇതിൻ്റെ ഗുണനിലവാരം അളക്കുന്നത്. അല്ലാതെ നമുക്ക് വേറെ ഒരിതുമില്ല. ഈ അടുത്ത കാലത്ത് ഹോട്ടൽ ആൻഡ് റിസോർട്ട്സ് എല്ലാവരും കൂടെ സംഘടിപ്പിച്ചുകൊണ്ടൊരു വലിയ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ ഔദ്യോഗിക തലത്തിലിരിക്കുന്ന സാറിനോട് സംസാരിച്ചപ്പോൾ സാറ് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു എക്യുപ്മെൻ്റ് ഇല്ല. ഇന്ന സ്ഥലത്ത് ചീഞ്ഞ മത്സ്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ചീഞ്ഞ മത്സ്യമാണ്. ചീഞ്ഞതാണോ എന്നുള്ളത് നമ്മുടെ കണ്ണിലൂടെ മാത്രം നമുക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ഒരു 100 അയല നമ്മൾ വാങ്ങുന്നു, അപ്പോൾ എല്ലാ അയലയും നമ്മൾ എടുത്ത് വെച്ച് നോക്കി കഴുകിയൊക്കെ റെഡിയാക്കി. ഇത് ഈ 100 അയല നമ്മൾ മസാല പുരട്ടി ഫ്രൈ ചെയ്ത് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നു. ഫസ്റ്റ് അയല എടുത്ത് ഫ്രൈ ചെയ്യുന്നു, ഒരു കസ്റ്റമറിന് കൊടുക്കുന്നു. നമ്മളെ കണ്ണിൽ ഇതുവരെ കുഴപ്പമില്ല. ചിലപ്പോൾ അതിന് ഇൻറ്റേർണൽ ബ്ലീഡിങ് വല്ലതും ഉണ്ടോ എന്നുള്ളതിന് നമുക്കറിയാനും പറ്റില്ല. കാരണം ഈ അയല പിടിച്ചിട്ട് വള്ളത്തിൽ നിന്ന് കരയിലേക്ക് എറിയുമ്പോൾ ചിലപ്പോൾ ഇതിനകം ബ്ലീഡിങ് നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള അയല നമ്മൾ ഫ്രൈ ചെയ്തിട്ട് അത് പൊളിക്കുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടും വേറൊരു സ്മെല്ല് വരും. ഇനി ആദ്യം കൊടുക്കുന്ന അയലയാണ് കഷ്ടകാലത്തിന് ഈ സ്മെല്ലുണ്ടെങ്കിൽ ഈ ബാക്കി വരുന്ന 99 അയലയെ നമ്മൾ സംശയിക്കും. ഇതെങ്ങനെ കൊടുക്കും? ഈ 99 അയലയെ നമ്മൾ സംശയിക്കും. ഒരു സാമ്പിളിങ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഭീകരമായൊരു സാധനമാണ്. അതിന് ഇതിൻ്റെ അതോറിറ്റീസ് എന്താണെന്ന് വെച്ചാൽ വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാതെ ഇത് നിവർത്തിയില്ലാത്ത ഒരു സാധനമാണ്. ഒന്നത്, 2 ആരോഗ്യകരമായ ഭക്ഷണത്തെ ഒരു പുതിയ തലമുറ, കാര്യം നമ്മളെയൊക്കെ ഭരിക്കേണ്ടത് നമ്മുടെ മക്കളാണ്. അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കുക, അതിൻ്റെ നല്ലൊരു ഭക്ഷണ സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം. അതിനകത്ത് ഒരു സംശയമില്ല.